ശ്രീകുമാർ, മകരജ്യോതി ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണോ? വിശദാംശങ്ങൾ. പാർവതി, ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ 18-ാം പടിക്ക് താഴെ നീണ്ട നിരയാണ്, നീണ്ട ഒരു കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത്രയ്ക്ക് തിരക്കാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഓരോ പോയിന്റുകളിലും തടഞ്ഞു നിർത്തി തന്നെയാണ് അയ്യപ്പ ഭക്തരെ 18-ാം പടി കയറാൻ അനുവദിക്കുന്നുള്ളൂ. മരക്കൂട്ടം മുതൽ തന്നെ നിയന്ത്രണങ്ങളുണ്ട്. ഓരോ സൈഡിലും കൃത്യമായ ഇടപെടലുകളിലൂടെ, കൃത്യമായ നിയന്ത്രണങ്ങളിലൂടെ മാത്രമേ ഈ അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നുള്ളൂ. പിന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആഴിയുടെ മനോഹരമായ ഒരു ദൃശ്യം, അഗ്നിയിൽ അധിഷ്ഠിതമാണ് ശബരിമലയിലെ സങ്കല്പങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഈ ആഴി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഐതിഹ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അഗ്നിയിൽ അധിഷ്ഠിതമായ ആ ശബരിമലയുടെ പരിപാവനത, അത് തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭഗവാനെ വിശ്വസിച്ച് അയ്യനെ ഒരു നോക്ക് കാണാനായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ്, നമുക്ക് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുകയുണ്ടായി. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. മകരവിളക്ക്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. മകരസംക്രമ ദിവസം പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്ക്, ആ മകരവിളക്ക് കണ്ട് സായുജ്യം అడైనదిని వేണ്ടി തന്നെയാണ് ఎత్తిచేర్నిరిക്കുന്നത്. స్వామి, ఎగనండి దర్శనం? స్వామి ఎగనా దర్శనం? మేము గుంటూరు నుంచి వచ్చాము, సమీర్ పేటేరు నుంచి. మన రేపల్లి నియోజకవర్గం నుంచి వచ్చాము స్వామివారి దర్శనానికి. ఇది 24వ సారి మేము వస్తాం దర్శనానికి. ఎప్పుడు వచ్చినా సార్ స్వామివారి దర్శనం బాగుంటుంది. ఇక్కడ మెయింటెనెన్స్ కూడా చాలా బాగుంటుంది స్వామి. స్వామి అవును స్వామి, హ్యాపీ స్వామి, చాలా హ్యాపీ స్వామి, చాలా హ్యాపీ. అందుట్లో ఈరోజు జ్యోతి కాబట్టి ఇంకా ఆనందం స్వామి. ఈ జ్యోతి కోసం ఆనందం స్వామి. శరణమయ్యప్ప സ്വാമി. സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള വിളികളും അതുപോലെ തന്നെ ഈ പൊന്നമ്പലമേട്ടിലേക്കുള്ള ആ മകരജ്യോതി തെളിയുന്ന കാത്ത് നിൽക്കുകയാണ്. മറ്റൊന്ന്, അല്പസമയത്തിന് 1 മണിക്ക് നട അടയ്ക്കും. നട അടച്ചു കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തന്മാരെ 18-ാം പടി കയറാൻ അനുവദിക്കില്ല. വീണ്ടും ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ 18-ാം പടി കയറാൻ അനുവദിക്കുകയുള്ളൂ. 3 മണിയോടുകൂടി തന്നെ തിരുവാഭരണ ഘോഷയാത്ര. പാർവതി, ശ്രീമാർ പറഞ്ഞ പോലെ തിരുവാഭരണ ഘോഷയാത്ര എപ്പോഴാണ് സന്നിധാനത്ത് എത്തിച്ചേരുക? അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായോ? തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. തിരുവാഭരണ ഘോഷ 3 മണിയോടുകൂടി തന്നെ ശരംകുത്തിയിൽ എത്തിച്ചേരും. ശരംകുത്തിയിൽ വെച്ചിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ ചേർന്ന് സ്വീകരിച്ച് ഇങ്ങനെ കൊടിമര ചൂട്ടിൽ കൊണ്ടുവരും. കൊടിമര ചൂട്ടിൽ വെച്ച് ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് തിരുവാഭരണ പേടകം ശ്രീകോവിലേക്ക് കൊണ്ടുപോകും. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി തിരുവാഭരണം ചാർത്തും ഭഗവാന്. അതിനുശേഷമാകും ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ 3 തവണ വിളക്ക് തെളിയും. അപ്പോൾ ആകാശത്ത് മകര ജ്യോതിയും തെളിയുന്ന പുണ്യമുഹൂർത്തമാണ്. ആ ഒരു പുണ്യമുഹൂർത്തത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയൊക്കെ നിരീക്ഷണ വലയത്തിനുള്ളിലാണ് ഈ സന്നിധാനവും പരിസരവും. ശരി ശ്രീകുമാർ, അതുപോലെ തന്നെ ഈ മകരവിളക്ക് ദർശന ശേഷം സുരക്ഷിതമായി മലയിറങ്ങുവാൻ ഭക്തർക്ക് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് അവിടെ സജ്ജമാക്കിയിട്ടുള്ളത്? തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ ആയിരുന്നു. അതായത് തിരിച്ചു പോകുന്ന ഭക്തർക്ക് ഞങ്ങളെ കാത്തിരിക്കുന്ന ബന്ധുജനങ്ങളുടെ അടുത്തേക്ക് സുരക്ഷിതമായി എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ദേവസ്വം ബോർഡ് നടത്തിയിട്ടുണ്ട്. ആ ഒരു മുന്നൊരുക്കം, ഏതാണ്ട് 800ഓളം KSRTC ബസ്സുകൾ, ഏതാണ്ട് 150ഓളം ബസ്സുകൾ ഇടതടവില്ലാതെ യാത്ര ചെയ്യാനുള്ള സംവിധാനം, ഇവർക്ക് വേണ്ട സുരക്ഷിതമായി തിക്കും തിരക്കുമില്ലാതെ മല കയറാനുള്ള സംവിധാനം, അത് പോലീസിന്റെ ഭാഗത്തു നിന്നായാലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നായാലും എല്ലാ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ഒരു സുരക്ഷിതമായ, അതായത് സുഗമമായ ദർശനത്തിന് ശേഷം സുരക്ഷിതമായ ഒരു മല ഇറക്കത്തിനും ദേവസ്വം ബോർഡ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. പാർവതി. ശരി ശ്രീകുമാർ, അപ്പോൾ മണ്ഡലപൂജയ്ക്ക് ശേഷം എപ്പോഴാണ് ശബരിമല നട അടയ്ക്കുന്നത്? അതിന്റെ വിശദാംശങ്ങൾ. എന്തായാലും മകരവിളക്ക് ഉത്സവം കഴിഞ്ഞിട്ട് ഈ മകരസംക്രാന്തി പൂജയ്ക്ക് ശേഷം ഈ മാസം 20-ാം തീയതി വരെയാണ് ഈ ശബരിമല നട തുറന്നിരിക്കുക. 20-ാം തീയതി ഗുരുതിക്ക് ശേഷമാണ് നട അടയ്ക്കുക. ഇനിയുള്ള 5 ദിവസവും ഈ തിരുവാഭരണം ചാർത്തിയുള്ള ഭഗവാനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയേണ്ട, ഈ മകരവിളക്ക് ദിവസം അമ്മമാരും കുട്ടികളും ഒക്കെ പരമാവധി ഒഴിവാക്കുക. ഇതിനുശേഷം 5 ദിവസവും ഈ തിരുവാഭരണം ചാർത്തി ഭഗവാനെ കാണാനുള്ള അവസരമുണ്ട്. 20-ാം തീയതി മാത്രമേ നട അടയ്ക്കുകയുള്ളൂ. പാർവതി. നന്ദി ശ്രീകുമാർ. സന്നിധാനത്ത് നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിയത് ശ്രീകുമാർ.